यदा यदा हि धर्मस्य ग्लानिर्भवति भारत अद्युत्थानामधर्मस्य तदाज्ञानं सृजामहं परित्राणाय साधूनां विनाशाय न च दुष्कृतां ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. ധർമ്മം നശിക്കുകയും അധർമ്മം പെരുകുകയും ചെയ്യുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാനും കാലാകാലങ്ങളിലായി ഞാൻ അവതരിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ ഭഗവാന്റെ ഇന്ന് ജന്മദിനമാണ്. നമ്മുടെ നാടും ഗ്രാമങ്ങളും ഗോപികമാരും കണ്ണന്മാരുമായി ഗോകുലമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും നമ്മൾ ബാലഗോകുലം ഈ ജന്മാഷ്ടമി നാളിൽ ഒരു സന്ദേശം കൊടുക്കാറുണ്ട്. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്നുള്ളൊരു വലിയൊരു സന്ദേശമാണ് ഇപ്രാവശ്യം നമ്മൾ ബാലഗോകുലം കുട്ടികൾക്കായി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജനഹൃദയങ്ങളിലേക്ക് ബാലഗോകുലം ഇറങ്ങിയിട്ട് ഏകദേശം അരനൂറ്റാണ്ട് കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തകളും നമ്മൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇത് നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലെ കുട്ടികളെയും നമ്മൾ ബാലഗോകുലത്തിന്റെ അണ്ടറിൽ നമ്മൾ കുട്ടികളെ ഒരുക്കി നമ്മുടെ പ്രധാന ക്ഷേത്രങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് ഞങ്ങളുടെ നാടായ കുപ്പാടി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഭാരവാഹികളും അവിടുത്തെ ബാലഗോകുലത്തെ വിദ്യാർത്ഥികളെയൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവരൊക്കെ അണിഞ്ഞൊരുങ്ങിയതാ ഗോകുലമാക്കിയിരിക്കുകയാണ് കുപ്പാടി. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഗണപതി വട്ടം നഗരത്തെ ഗോകുലമാക്കാനായിട്ട് പോവാണ്. നമുക്കറിയാം, നമ്മുടെ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന നമ്മുടെ ശോഭായാത്ര നഗരപ്രദക്ഷിണം നടത്തി നമ്മൾ ഗണപതി വട്ട ക്ഷേത്രത്തിലാണ് സമാപിക്കുന്നത്. ഈ ജന്മാഷ്ടമി നാളില് ഓരോ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ഒരുപാട് ഗോപികമാരെ കണ്ണന്മാരെ ഒരുക്കുന്ന കാഴ്ചകൾ കാണാം. ഇവിടുത്തെ മാതൃസമിതി അമ്മമാര്, ഇവിടുത്തെ കമ്മിറ്റിക്കാര്, എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഗോപികമാരെയും കണ്ണന്മാരെയും ഒരുക്കി ഓരോ നാടും ഗോകുലമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിന് ഒരുപാട് അമ്മ വരുന്നുണ്ട്. ഗോപിമാരെയൊക്കെ ഒരുക്കി പിന്നെ മിടുക്കന്മാരുമാക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു സെക്ഷനിൽ ചേല ഒടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കണ്ണന്മാരുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് കംപ്ലീറ്റ് മേക്കപ്പും കഴിഞ്ഞ കണ്ണന്മാരാണ്. അപ്പൊ ഓരോ സെക്ഷൻ ആക്കി കണ്ണന്മാരെയൊക്കെ ഒരുക്കി അതാ യൂട്യൂബിന് വിഷ് ചെയ്യുന്നുണ്ട് അവര്. അപ്പൊ ഒരുക്കി അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിനാണ് നിൽക്കുന്നത്. ഇവിടെ ഈ ശോഭായാത്ര ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരുപാട് കണ്ണന്മാരെല്ലാം അറേഞ്ച് ആയിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഉറിയടിയാണ്. ഈ ഉറിയടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാലോ, കണ്ണൻ കുറുമ്പനായ ആളായിരുന്നു. ഒരുപാട് കുറുമ്പൻ കൂട്ടുകാരും ഉണ്ടായിരുന്നു. കൂട്ടുകാരുടെ ഹീറോയാണ് കണ്ണൻ. അപ്പോ കണ്ണന്റെ വീട്ടില് അല്ലെങ്കിൽ ആ ഫാമിലി എന്ന് പറഞ്ഞാൽ ക്ഷീര കർഷകരാണ്. അപ്പൊ അച്ഛനും അമ്മയൊക്കെ രാവിലെ ജോലിക്ക് പോകും. അപ്പൊ വീട്ടിൽ ധാരാളം ഈ പാല്, തൈര്, വെണ്ണയൊക്കെ ഉണ്ടാവും. ഇത് ഉറിയിലായിരിക്കും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ കണ്ണൻ അച്ഛനും അമ്മയൊക്കെ പോയ സമയത്ത് കണ്ണൻ എന്ത് ചെയ്യും, കൂട്ടുകാരെയും കൂട്ടി വീട്ടിലേക്ക് വന്നിട്ട് ഈ ഉറിയിൽ ഒരാളുടെ പുറത്ത് കയറി നിന്നിട്ട് ഉറിയിലെ വെണ്ണയും പാലുകളൊക്കെ എടുക്കും. അതല്ലെങ്കിൽ വലിയ വടി എടുത്തുകൊണ്ട് വന്നിട്ട്, ഈ മൺകലാണ് ഉറിയിൽ ഉണ്ടാവുക, ആ മൺകലം തല്ലിപ്പൊട്ടിച്ച് അതിനകത്ത് വെണ്ണയെടുത്ത് കൂട്ടുകാർക്കും കൊടുത്ത് സ്വന്തം കഴിച്ച് അങ്ങനത്തെ ഒരുപാട് വികൃതി തരങ്ങൾ കാണിക്കുന്ന ആളാണ് കണ്ണൻ. അപ്പൊ അത്തരത്തിലുള്ള കണ്ണന്റെ ബാല്യകാല സ്മരണയാണ് ഈ ഉറിയടിയിലൂടെ, ഉരല് വലിക്കുന്നതിലൂടെ, കാളിയ മർദ്ദനത്തിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരു സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, സൗഹൃദത്തിന്റെ എക്സ്ട്രീം ലെവലാണ് ശ്രീകൃഷ്ണ അവതാരം. ഒരു പൂർണ്ണാവതാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം. അതായത് ഒരു കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഒരു അമ്മ വാത്സല്യത്തോടു കൂടി എടുക്കുന്ന ആ കാലം തൊട്ട് കുഞ്ഞു കുട്ടികളുടെ വികൃതികളും വഴക്കുകളും, അത് കഴിഞ്ഞാൽ യൗവന പ്രായത്തിലേക്ക് ഉണ്ടാവുന്ന പ്രണയങ്ങളും, അത് കഴിഞ്ഞാൽ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നതും, പിന്നെ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണോ ഒരു വ്യക്തി ചെയ്യുന്നത്, ആ കാര്യങ്ങൾ മുഴുവൻ ഈ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഭഗവാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഈ ബാല്യകാലമാണ്. കണ്ണന്റെ വികൃതികൾ, ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ കാണിക്കുന്ന പോലത്തെ ഒരുപാട് വികൃതികൾ, തല്ലുകൊള്ളിത്തരങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ, അവസാനം മണ്ണ് വാരി തിന്ന് അമ്മ വാ തുറപ്പിക്കുമ്പോൾ അമ്മേനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എല്ലാ ലോകങ്ങളും നമ്മുടെ ഈ ഒരു ഗാലക്സി തന്നെ കണ്ണന്റെ വായിൽ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് വികൃതിത്തരങ്ങൾ കാണിച്ചിട്ടുള്ള ആ കണ്ണന്റെ ലീലാവിലാസങ്ങളാണ് നമ്മൾ ഈ ബാലഗോകുലത്തിലൂടെ അല്ലെങ്കിൽ ശോഭായാത്രയിലൂടെ അണിയിച്ചൊരുക്കുന്നത്. അതായത് ഓരോ കുട്ടികളും വളർന്നു വരുമ്പോൾ നമ്മുടെ പൗരബോധമുള്ള സ്മാർട്ടായ കുട്ടികളായി വരണം. നമ്മൾ പറഞ്ഞ പോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റ് ആയിട്ട് കൊലപാതകത്തിലേക്കും അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന ഒരു മൈൻഡ് അല്ലാതെ കുട്ടികൾ നല്ല പ്രസരിപ്പോടുകൂടി കളിച്ച് വളർന്ന് അവരുടെ കഴിവുകൾ തെളിയിച്ച് നല്ല പൗരബോധമുള്ള, രാജ്യസ്നേഹമുള്ള കുട്ടികളായി വരണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ ബാലഗോകുലത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം. മാരിയമ്മ ക്ഷേത്രാങ്കണത്തിൽ നിന്നും നമ്മുടെ ശോഭായാത്ര ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ നഗര പ്രദക്ഷിണം നടത്തി ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മുടെ മാരിയമ്മ ക്ഷേത്രം. ആദ്യം തന്നെ ഗോകുല പതാക ഏന്തിയ ഭാരതാംബയാണ് നമുക്ക് മുൻപിൽ കാണാൻ കഴിയുന്നത്. നല്ല ഗംഭീരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഈ സായാഹ്നത്തിൽ ഗണപതി വട്ടം നഗരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
അതിന് തൊട്ടു പിന്നിലായിട്ട് സ്വാഗത സംഘമാണ് കാണാൻ കഴിയുന്നത്. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയുടെ വലിയൊരു ഫ്ലെക്സ് കാണാം. ഒരുപാട് ഈ ക്ഷേത്ര ഭാരവാഹികളും അല്ലെങ്കിൽ ഈ സംഘാടക സമിതികളെയൊക്കെ കാണാം, അതേപോലെ തന്നെ ഒരുപാട് നാമജപത്തോടു കൂടിയാണ് ഈ ഒരു ഘോഷയാത്ര, ഈ ഒരു ശോഭായാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇത് കാണാനായിട്ട് ഗണപതിവട്ടം നഗരത്തിന്റെ ഇരുഭാഗങ്ങളിലുമായിട്ട്, റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായിട്ട് ഒരുപാട് ആളുകളാണ് ഇത് കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നിലായിട്ട് സുഹൃത്തുക്കളെ ഗംഭീരമായ രീതിയിൽ ഒരുപാട് കണ്ണന്മാരാണ് ഗണപതിവട്ടം നഗരത്തെ ഗോകുലമാക്കി മാറ്റിക്കൊണ്ട് പോകുന്ന ഒരുപാട് കണ്ണന്മാരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. കണ്ണന്മാരും ഗോപികമാരുമായിട്ട് കണ്ണെത്താത്ത ദൂരത്തോളം നമ്മുടെ ഗണപതിവട്ടം നഗരത്തിലൂടെ പോകുന്ന ഒരു കാഴ്ച. കുറുമ്പൻ കണ്ണന്മാരും അതുപോലെ നല്ല സന്തോഷിക്കുന്ന കണ്ണന്മാരും കരയുന്ന കണ്ണന്മാരും ഒക്കെ കാണാം. ഒരുപാട് ഗോപികമാരെ കാണാം. നല്ല മനോഹരമായ ഒരു ദിവസമാണ് ഇന്ന്. ഈ ഒരു അഷ്ടമിരോഹിണി നാളിൽ ഒരുപാട് പ്രദേശത്തു നിന്നുള്ള ആളുകളാണ് നമ്മുടെ ഗണപതിവട്ടം നഗരത്തിലേക്ക് ഈ ശോഭായാത്രയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നിലായിട്ട് ഒരുപാട് ടാബ്ലോസുകൾ ഉണ്ട്. ഇതാ നമുക്ക് ഹനുമാനെ കാണാം. ഇതാ ഗംഭീരമായ ഒരു കാഴ്ച. ഗണപതിവട്ടത്തിന്റെ നഗരവീഥികളിലൂടെ ഉണ്ണിക്കണ്ണന്മാരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാം. കുചേലൻ തന്റെ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ഭഗവാൻ ആ സിംഹാസനം മാറ്റി കൊടുത്ത് അവിടെ കുചേലനെ ഇരുത്തി ഒരു സൗഹൃദത്തിന്റെ ഏറ്റവും മൂർത്തി രൂപമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതൊക്കെ തന്നെയാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ ബാലദിനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സൗഹൃദങ്ങളുടെ ഒരു കൂട്ടിറപ്പ്, ഒരു കെട്ടിറപ്പൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനകത്തൊക്കെ ഒരുപാട് പാട്ടുകളും ഡാൻസുകളും ഒക്കെ ആയിട്ട് നല്ല ഗംഭീരമായ നൃത്ത ചുവടുകളോടുകൂടിയാണ് ഓരോ ഭാഗത്തു നിന്ന് വന്ന ബാലഗോകുലത്തിന്റെ വിദ്യാർത്ഥികൾ ഇവിടെ ഈ പറയുന്ന ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്ത് കളയേണ്ടി വന്നു എന്നുള്ളതാണ് അതിന്റെ പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഗംഭീരമായിട്ടുള്ള നൃത്ത ചൂടുകളാണ്, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. ഗണപതി വട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചെറിയ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെയുള്ള ബാലഗോകുലത്തിലെ കുട്ടികളും മാതൃസമിതി എല്ലാവരും കൂടി നമ്മുടെ നഗര മധ്യത്തിലുള്ള ഗണപതി ക്ഷേത്രത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടുന്നാണ് വലിയ മഹാശോഭായാത്രയായിട്ട് പോകുന്നത്. ഇത് വൃന്ദാവനത്തിലെ കണ്ണന്റെ ഒരു പിന്നെ ടാബ്ലോസ് ആണ്. അതുപോലെ വ്യത്യസ്തമായ ഒരുപാട് ടാബ്ലോസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് അതിഗംഭീരമായത് പാർത്ഥസാരഥിയുടെ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാർത്ഥന് സാരോപദേശം ചെയ്തുകൊണ്ട് രഥം തളിച്ചുകൊണ്ട് പോകുന്ന ഭഗവാനെയാണ് കാണുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഭഗവാൻ തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നതും പാർത്ഥനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും ഭഗവാന്റെ ഒരു മോട്ടിവേഷനാണ്. പിന്നീട് ഭഗവത്ഗീതയായിട്ട് നമ്മളെല്ലാവരും പാടി പുകഴ്ത്തുന്ന അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഫിലോസഫികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭഗവത്ഗീതയുടെ ഒരു പോർഷനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് പിന്നീട് ഗീതോപദേശമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ ഇതൊക്കെ നല്ല രസകരമായിട്ട് തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എല്ലാ വർഷത്തേക്കാളും ഗംഭീരമായ രീതിയിലായിരുന്നു ഇപ്രാവശ്യം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് പ്രളയത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ഒരു ശോഭായാത്ര അണിയിച്ചൊരുക്കില്ല. ഇത് കാളിയമർദ്ദനാണ്, അതും നല്ല രസകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത പോർഷനിലേക്ക് വരികയാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു ആലില കണ്ണനെ കാണാം. നല്ല ക്യൂട്ട് കണ്ണന്മാരായിട്ട് എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും വലിയ ഉള്ളൊരാഗ്രഹമായിരിക്കും ഈ ബാലദിനത്തിൽ കണ്ണനാക്കണം നമ്മുടെ കുട്ടികളെ എന്നുള്ളത്. മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റായി അച്ഛനാരാ അമ്മയാരാ ആങ്ങളെയാരാ പെങ്ങളാരാ എന്നറിയാതെ അക്രമവാസനകൾ വളർന്ന് ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും എത്തുന്ന ഒരു യുവതലമുറയെ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നല്ല പൗരബോധമുള്ള, രാജ്യസ്നേഹമുള്ള, നല്ല സാഹോദര്യ സ്നേഹമുള്ള കുട്ടികളാക്കി വളർത്തി കൊണ്ടുവരിക എന്നതാണ് ബാലഗോകുലം മുന്നോട്ട് വെക്കുന്ന ഓരോ ആശയവും. ആ ബാലഗോകുലം ഇന്ന് ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും അഭിമാനം തോന്നുന്ന നിമിഷങ്ങളായി മാറുകയാണ്. ഈ വർഷത്തെ ശോഭായാത്രയും കണ്ണന്മാരെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ പൂർവാധികം ഭംഗിയോട് കൂടി തന്നെ അടുത്ത വർഷം നമ്മൾ ബാലഗോകുലം ശോഭായാത്ര അണിയിച്ചൊരുക്കുന്നുണ്ട്. ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ വർഷം പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് നിങ്ങൾ കാത്തിരിക്കുക, അടുത്ത വർഷം നമ്മൾ ഇതിലും ഗംഭീരമായ കാഴ്ചകൾ ഒരുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വർഷത്തെ എല്ലാ ഗോപികമാർക്കും കണ്ണന്മാർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ബാലഗോകുലത്തോടൊപ്പം ജിത്തു ജയനും നേരെയാണ്. അപ്പൊ നമുക്ക് അടുത്ത വർഷം കാണാം.